പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജുവിന്റെ അപ്പീൽ തള്ളി. ആന്റണി രാജു വിചാരണ നേരിടണം. 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ചിലാണ് ഇന്ന് വിധി ഉണ്ടായത്. സുപ്രധാനമായ വിധിയാണ്. ആന്റണി രാജു മന്ത്രിയായിരിക്കുന്ന കാലത്ത് വീണ്ടും ഉയർന്നു വന്ന കേസാണ്. 1990-ലെ സംഭവമാണ്. 2024 വരെ വിചാരണ പോലും നടക്കാത്ത കേസാണ്. എന്താണ് സുപ്രീം കോടതി ഈ കേസിൽ ഇന്ന് പറഞ്ഞതെന്ന് നമുക്ക് അന്വേഷിക്കാം. പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്. വിനു, എന്തായാലും ആന്റണി രാജു ഈ കേസിൽ വിചാരണ നേരിടണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി നേരത്തെ എടുത്ത തീരുമാനങ്ങളാണ് സുപ്രീം കോടതി പരിശോധിച്ചത്. അതിനുശേഷം സുപ്രീം കോടതി പറയുന്നത് ഹൈക്കോടതി ഈ കാര്യത്തിൽ പുനരന്വേഷണം വേണം എന്ന് നിർദ്ദേശിച്ചത് ശരിയായുള്ള തീരുമാനമായിരുന്നില്ല. പകരം ഈ കേസിൽ വിചാരണ തുടരാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിചാരണ കോടതിയിലുള്ള ഈ കേസിന് നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന് മാത്രമല്ല, ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ 20-ാം തീയതി ഹാജരാകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് അടുത്ത മാസം. അതിനുശേഷം 1 കൊല്ലത്തിനകം ഇതിന്റെ വിചാരണ പൂർത്തിയാക്കണം, ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസിൽ പുനരന്വേഷണം എന്ന നിർദ്ദേശമായിരുന്നു നേരത്തെ നൽകിയിരുന്നത്. അങ്ങനെ പുനരന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല, ഇപ്പോഴത്തെ വിചാരണ തുടരാം എന്നാണ് ഇപ്പോൾ എന്തായാലും കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തൊണ്ടി മുതൽ കേസിൽ തുടർ നടപടി കോടതിയിൽ തന്നെ, വിചാരണ കോടതിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വിചാരണ നേരിടണം എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതി. ആന്റണി രാജു വിചാരണ നേരിടണം. നേരത്തെ പറഞ്ഞതുപോലെ 1990-ലെ കേസാണ്. ഒരു ഓസ്ട്രേലിയൻ പൗരൻ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു മയക്കുമരുന്ന് കൊണ്ടുവന്ന കേസാണ്. ആ കേസിൽ വിചാരണ കോടതി ഇയാളെ ശിക്ഷിച്ചിട്ടും ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്ന ഒരു വിവാദമുണ്ടാവുന്നു. ആ കാര്യങ്ങൾ ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നു. പലതരത്തിൽ പിന്നീട് അന്വേഷണം നടക്കുന്നു, കുറ്റപത്രം നൽകുന്നു, കോടതി മാറ്റുന്നു. കാരണം ഒരു കോടതി ഉദ്യോഗസ്ഥരും ഇതിൽ പ്രതിയാണ്. അപ്പോൾ തിരുവനന്തപുരം കോടതിയിൽ നിന്ന് നെടുമങ്ങാട്ടേക്ക് മാറ്റുന്നു. പക്ഷേ വിചാരണ നടക്കുന്നില്ല. ആന്റണി രാജു മന്ത്രിയായപ്പോൾ വീണ്ടും ഈ വിവാദം ഉയർന്നു വരികയും കേസിൽ വിചാരണ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹർജികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു.